വീണ്ടും രാജ്യവിരുദ്ധ പ്രസ്താവനയുമായി രാഹുൽ എം പി. ഭാരതത്തിന്റെ 4000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ചൈനയുടെ കയ്യിലെന്ന് ലോക്സഭയിൽ രാഹുലിന്റെ പ്രസ്താവന. ചൈനയുടെ വ്യാവസായിക മേഖല ഭാരതത്തേക്കാൾ മികച്ചതാണ്. എന്നാൽ രാജ്യസുരക്ഷയെക്കുറിച്ച് രാഹുൽ തെറ്റായ വിവരങ്ങളാണ് പങ്കുവെക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു മറുപടി നൽകി. തെളിവുകൾ മേശപ്പുറത്ത് വയ്ക്കാൻ രാഹുലിനോട് ലോക്സഭാ സ്പീക്കർ ആവശ്യപ്പെട്ടു. വിരളമായി എസ് നന്ദഗോപൻ ശരിയാണ്. നന്ദൻ, വീണ്ടും രാജ്യവിരുദ്ധ പ്രസ്താവനയാണ് രാഹുലിന്റെ ഭാഗത്തിനും ഉണ്ടായത്. എന്തൊക്കെയാണ് രാഹുൽ ലോക്സഭയിൽ പറഞ്ഞത്? ഇതിനെതിരെ എത്രത്തോളം പ്രതിഷേധവും ശക്തമാണ്? സുരേഷ്, രാഷ്ട്രപതി നടത്തിയ പ്രസംഗത്തിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെയാണ് വീണ്ടും ചൈന പ്രേമം രാഹുൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനു മുമ്പ് നേരത്തെ അമേരിക്കയിലെത്തിയ രാഹുൽ അവിടെ നാഷണൽ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലും ചൈനയെ പ്രശംസിച്ച് ഭാരതത്തെ ഇകഴ്ത്തി സംസാരിച്ചത് വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ലോക്സഭയിൽ ഇന്ന് നടത്തിയ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടയിൽ രാഹുൽ ഈ ചൈന പ്രേമം ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. രാഹുൽ സൂചിപ്പിച്ചത് ഭാരതം ചൈനയേക്കാൾ 10 വർഷം പിന്നിലാണെന്നാണ്. അതുകൊണ്ടാണ് ചൈനയ്ക്ക് ഭാരതത്തിലേക്ക് കടന്നു കയറുവാൻ ധൈര്യമുണ്ടായത്. അവരുടെ വ്യാവസായിക വളർച്ച മുന്നിൽ കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ വ്യാവസായിക വളർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അവർ ഭാരതത്തിലേക്ക് കടന്നു കയറുന്നതെന്നാണ് രാഹുൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ചൈന ഭാരതത്തിന്റെ 4000 ചതുരശ്ര കിലോമീറ്റർ കൈവശം രാഹുൽ ആരോപിച്ചു. ഇത് ഭാരതത്തിന്റെ സൈനിക മേധാവി അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇത് പ്രധാനമന്ത്രി നിഷേധിക്കുകയാണെന്നാണ് രാഹുൽ വ്യക്തമാക്കിയത്. ഇതിനെതിരെ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധമുണ്ടായി. രാഹുൽ രാജ്യസുരക്ഷയെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ ആരോപിക്കുന്നതായിട്ടാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, ഭരണപക്ഷ അംഗങ്ങൾ ഒന്നാകെ തന്നെ രാഹുലിന്റെ ഈ തെറ്റായ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് രാഹുലിന്റെ സംസാരം തടസ്സപ്പെടുകയും ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇത്തരം കാര്യങ്ങളിൽ രാഹുൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഹാജരാക്കുവാൻ മേശപ്പുറത്ത് വെക്കണമെന്നുള്ള ആവശ്യമാണ് സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് ആദ്യമായല്ല ഈ ചൈന പ്രേമം രാഹുൽ വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. നേരത്തെ അമേരിക്കയിലും സമാനമായ രീതിയിൽ ചൈനയെ പ്രശംസിച്ചുകൊണ്ട് രാഹുൽ ചില പ്രസ്താവനകൾ ഇറക്കിയുണ്ടായി. അത് വലിയ വിവാദമായി. അതിന്റെ അലയൊലികൾ അടങ്ങുന്നതിന് മുമ്പാണ് ഇപ്പോൾ ലോക്സഭയിലും സമാനമായ പരാമർശം രാഹുലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. സുരേഷ്, ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.